ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിപ്പോൾ എൻ്റെ വിഷയം ബിഗ് ബോസിനെ കുറിച്ചാണ്. അതായത് ഞാൻ ഇന്ന് രണ്ട് ദിവസത്തിന് മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിരുന്നു. അതായത് റസ്മിൻ ജാസ്മിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇടുന്ന രംഗം. അന്ന് ബിഗ് ബോസ് അവരെ രണ്ടുപേരെയും തമ്മിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുകയാണ് ചെയ്തത്. കാരണം അതിന് വേണ്ടിയുള്ള ആക്ഷനൊന്നും എടുത്തില്ല. ഇതിനേക്കാളും ചെറിയൊരു കേസിനാണ് ഡോക്ടർ റോബി രാധാകൃഷ്ണനെ പുറത്താക്കിയിരുന്നത്. അതുപോലെ ഇത് വളരെ ഗുരുതരമായ ഒരു തള്ളുമായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് അടിക്കുകയാണ് ചെയ്തത്, കുത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ആ മറ്റേ കക്ഷി ഇങ്ങോട്ട് വന്നല്ലായിരുന്നു. അന്നാണെങ്കിൽ ഡോക്ടർ റോബി രാധാകൃഷ്ണൻ റിയാസ് കയറി പിടിക്കുമ്പോഴാണ് ഡോക്ടർ റോബി രാധാകൃഷ്ണൻ പിടിച്ച് തള്ളിയത്. അതിനാണ് ഡോക്ടർ റോബി രാധാകൃഷ്ണനെ പുറത്താക്കിയത്. ഇന്നലെ ഈ കക്ഷി, ഈ റസ്മിൻ എന്ന് പറയുന്ന കക്ഷി അങ്ങോട്ട് ചെന്നാണ് അറ്റാക്ക് ചെയ്ത് കുത്തിപ്പിടിച്ച് തള്ളിയതൊക്കെ. അതുകൊണ്ട് അന്ന് അത് കാരണം വെച്ചാൽ ആ കുട്ടി തൊപ്പി വെച്ചിരിക്കുകയായിരുന്നു. ഇതൊക്കെ വെച്ചിരുന്ന കിരീടമൊക്കെ അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തത്, തറയിൽ പോകുന്നു. അപ്പോൾ അത്രയ്ക്ക് ശക്തിയോടെ ആയിരുന്നു അവിടെ നടന്ന ഇത്. എന്നിട്ടും അതിന് ഒരു ഇതും ആക്ഷൻ എടുക്കാതിരുന്ന ഇന്ന് മോഹൻലാൽ വരുന്ന ദിവസമാണ്. ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മോഹൻലാൽ പറയുന്നു, ലാലേട്ടൻ പറയുന്നു, ഇത് റസ്മിനും ഹോട്ടലിൽ എന്തായിരുന്നു, റസ്മിനും ജാസ്മിനും എണീക്കുക എന്ന് പറഞ്ഞ് എണീറ്റു. നിങ്ങൾ രണ്ടുപേരും ഒന്നും പറയണ്ട. സിജോ എന്താണെന്ന് ചോദിക്കുന്നു. സിജോയുടെയാണ് ചോദിക്കുന്നത്. സിജോ അപ്പോൾ എണീറ്റെന്ന് പറയുന്നു, എനിക്ക് പരാതി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരാതി എനിക്കുണ്ടെന്ന് പറഞ്ഞു. അത് റസ്മിനാണ് തെറ്റുകാരി എന്ന് പറയുന്നു സിജോ. അതേപോലെ തന്നെ അർജുൻ എന്നെ വിളിക്കുന്നു. അർജുനനും അതുപോലെ തന്നെ പറഞ്ഞു, ജാസ്മിന്റെ ഭാഗത്ത് തെറ്റില്ല, റസ്മിന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറയുന്നു. അപ്പോൾ സോറി റസ്മിൻ, സോറി, എനിക്കൊന്നും പറയാനില്ല, എനിക്ക് സോറി എന്ന് പറയുന്നു. അങ്ങനെ അവസാനിക്കുന്നു. ഇനി എന്താണ് ചെയ്യണമെന്നറിയില്ല. എനിക്ക് ഈ ലാലേട്ടനോട് പറയാനുള്ളത്, ഇത് താങ്കൾ ഇതിന് ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ റോബി രാധാകൃഷ്ണനോട് ചെയ്തത് നിങ്ങൾ അനീതിയാണ്, അക്രമമാണ്, വളരെ വളരെ ക്രൂരമായ പ്രവൃത്തിയാണ് ഡോക്ടർ റോബി രാധാകൃഷ്ണനോട് ചെയ്തത്. നിങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ എപ്പിസോഡ് കണ്ടിട്ട് വേണം നമുക്ക് അതിൻ്റെതായ രീതിയിൽ പിന്നെ പ്രതികരിക്കാൻ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് ഒരിക്കലും തീരത്തില്ല. ഡോക്ടർ റോബി രാധാകൃഷ്ണനോട് നിങ്ങൾ ചെയ്ത അനീതി ഒരിക്കലും ഇത് വിട്ടുമാറത്തില്ല. കാരണം ഒരുപാട് വിഷമഘട്ടത്തിൽ നിങ്ങൾ അതൊക്കെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ വരെ അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ചവർ വാരിയിട്ടിട്ട് വരെ നിങ്ങൾ ഒരു അക്ഷരം മിണ്ടാത്ത ബിഗ് ബോസും താങ്കളുമാണ്. താങ്കൾക്ക് അത്രയ്ക്ക് ഉള്ള ഇതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായതാണ്. ഇന്ന് താങ്കൾ ഇതിന് എന്തെങ്കിലും ഒരു ഉത്തരം നൽകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ ജനങ്ങളെല്ലാം ഇരിക്കുന്നത്. കാരണം ഈ ബിഗ് ബോസ് കാണുന്ന ആരാധകർ ഇരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇതിന് നിങ്ങളൊരു ഇന്ന് നിങ്ങളുടെ വാക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. നിങ്ങളിന്ന് വരുമ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന്. ഇത് കാരണം പുറത്താക്കേണ്ട ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ സിജോയെ പന്നിയുടെ മോനെന്ന് കൂടെ വിളിച്ചിട്ടുണ്ട്. ആ പന്നിയുടെ മോൻ്റെ കൂടെ മിണ്ടാതിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഇത് നിങ്ങളൊക്കെ ഇതൊക്കെ എനിക്ക് തോന്നുന്ന എപ്പിസോഡിലൊക്കെ അതൊക്കെ കട്ട് ചെയ്ത് കാണും. ഇത് അല്ലാത്ത ലൈവുകളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ സിജോ അറിഞ്ഞിട്ട് പോലും കൂടിയില്ല. നമ്മൾ ഈ പ്രേക്ഷകർ മാത്രമാണ് അത് ലൈവ് കണ്ടുകൊണ്ടിരുന്നവർ മാത്രമാണ് ആ കേസുകളൊക്കെ അറിഞ്ഞത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇന്ന് ആ പ്രൊമോ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ പ്രൊമോയിൽ ഇതാണ് പറയുന്നത്, സോറി റസ്മിൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി എന്താണ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒന്നുകിൽ പുറത്താക്കി, ചിലപ്പോൾ കഴിച്ചാൽ പറഞ്ഞൊക്കെ വിട്ട് അകത്ത് കയറ്റി ഇരുത്തേ ഉള്ളൂ. കാരണം അതൊരു ഭ്രാന്ത് പിടിച്ചൊരു പെണ്ണ് തന്നെയാണ്. അതിന് കാരണം ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചറിന് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു വൃത്തികെട്ട ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് അതിൽ കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്. എന്തോ ഒരു അതിനൊരു ഇതുണ്ട്. കാരണം അത് പറയുന്നൊന്ന് പ്രവർത്തിക്കുന്ന ഒന്ന്. കാരണം ഇതിന്റെ മൈൻഡ് ശരിയല്ല എന്നുകൊണ്ട് നന്നത്താതിന്റെ പോക്ക് കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത് ഞങ്ങൾ ഇത് കാത്തിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി കാര്യം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.